നമസ്കാരം. ധാനു സ്പേസ് ടിപ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എക്സാം നടന്ന 11/2/2024 നടന്ന കേരള PSC നടത്തിയ എക്സാമായ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസർ NCA കാറ്റഗറിയിലുള്ളതായിരുന്നു. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 276/2023 ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 22/2024 ആയിരുന്നു. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. LDCക്കും LPUPക്കും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് നോക്കാതെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻസിൽ 1898 കൊടുങ്ങല്ലൂരിൽ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററുമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ആൻസർ. വ്യക്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഒന്നുകൂടെ വായിക്കാം. 1898 ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി, അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററുമായിരുന്നു. ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഓക്കെ, നെക്സ്റ്റ്, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്നൊരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ ആയിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, അവധ്. ഓപ്ഷൻ ബി ആണ്, അവധ്. ചെറിപ്പഴം, അവധ്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻസിൽ വരുന്നത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം, നിസ്സഹകരണ സമരം ആരംഭിക്കുക, 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണം. ഇതിൽ ബന്ധപ്പെടാത്ത ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ വരുന്നത് 3 മാത്രം. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്തവ നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത് മാത്രമാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശതാബ്ദി വർഷമാണ്? 1921 താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ശതാബ്ദി വർഷമാണ്? ഓപ്ഷൻസ് വാഗൺ ട്രാജഡി, ജാലിയൻവാലാ ബാഗ്, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ എ ആണ്, വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി. 1921 ശതാബ്ദി വരുന്ന ഏതാണ്? വാഗൺ ട്രാജഡിയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ജോഡികൾ കോടിയാരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർത്തിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു പൂലെ, സംവാദ് കൗമുദി ശ്രീനാരായണ ഗുരു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശരിയായ ജോഡി. ഓപ്ഷൻ ബി ആണ് ശരിയായ ജോഡി. അതായത് 1, 2, 3 ശരിയായ ജോഡിയാണ്. 1, 2, 3 ശരിയായ ജോഡിയാണ് എന്ന് പറഞ്ഞാൽ കൂടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർത്തിനി വീരേശലിംഗം, സംവാദ് കൗമുദി അല്ല, ഗുലാംഗിരി ജ്യോതിറാവു പൂലെ. ഓക്കെ, ഇത് 3 ശരിയായ ജോഡികൾ. ശരിയായ ജോഡികൾ അത് 3. കോടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർത്തിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവു പൂലെ. പഠിച്ചു കഴിഞ്ഞു കാണും. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻസ് ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിനെ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നാണ് ചോദ്യം. കാലഘടന മീൻസ് കാലത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്.
അതായത് രണ്ടാമത്തത് ആദ്യം, 4 രണ്ടാമത്, പിന്നെ 1, 3 അല്ലേ? ഇത് 3, ഇത് 4. അതായത് ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം, അതിന് ശേഷമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ദെൻ ഫ്രഞ്ച് വിപ്ലവം, പിന്നീടാണ് എന്ത് വരിക? റഷ്യൻ വിപ്ലവം. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഒന്നുകൂടെ നോക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക? മൂഗ സിൽക്സ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആസാം. മൂഗ സിൽക്സ് ആസാം. മൂഗ സിൽക്സ് ആസാം. മൂഗ സിൽക്ക് എന്ന് പറയുന്നത് ആസാം. ഇനി GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ, 4 ഉപഗ്രഹം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. GPS-ന് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. GPS-ന് 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്നുത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മഹാനദി. മഹാനദിയാണ് ടെൽ നദിയുടെ പോഷക നദി. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? റാബി വിള. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ബാർലിയും പയറുവർഗ്ഗങ്ങളുമാണ് റാബി. ബാർലിയും പയറുവർഗ്ഗങ്ങളുമാണ് റാബി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ പശ്ചിമഘട്ടം, ബി പശ്ചിമഘട്ടം. തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിപായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യ ബംഗ്ലാദേശ് ആണ് തിപായ്മുഖ് ഡാം. തിപായ്മുഖ് ഡാം ഇന്ത്യ ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ്. ശക്തികാന്ത് ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസിൽ ബി, ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 1, 2, 3 പറഞ്ഞേക്കുന്നത്. 1, 2, 3 ആൻസർ പറഞ്ഞേക്കുന്നത്. 1 ബി, ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടുള്ളത്. 2 കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിൽ ദേശീയ ബാങ്കാണ് നബാർഡ്. ദെൻ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇത് 3 ശരിയായ പ്രസ്താവനകൾ. നബാർഡുമായി ശരിയായ പ്രസ്താവനകൾ അതൊക്കെയാണ്. ശിവരാമൻ കമ്മിറ്റി, കൃഷിക്കും ഗ്രാമവികസനത്തിനും ആസ്ഥാനം മുംബൈയാണ്. ഇത്രയുമാണ്. നെക്സ്റ്റ് വൺ, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 64-29 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അത് ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? 64,029 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതികഠിനമായ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ്, ഉപജീവനം പദ്ധതി. കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഇത്, ഉപജീവന പദ്ധതി. 6,429 കുടുംബങ്ങളെയാണ് 100 ദിവസം കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നത്. ആര് മോചിപ്പിക്കുന്നു? കുടുംബശ്രീയാണിത് ചെയ്യുന്നത്. കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ്.
കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. അത് ഏതാണ്? ഉപജീവനം പദ്ധതി. ഉപജീവനം പദ്ധതി 6429 കുടുംബങ്ങൾ 100 ദിവസത്തിനുള്ളിൽ. ഉപജീവനം പദ്ധതി, കുടുംബശ്രീ ഉപജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ്ണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹോർട്ടിക്കൾച്ചർ. ഗോൾഡൻ റവല്യൂഷൻ, സുവർണ്ണ വിപ്ലവം, ഹോർട്ടിക്കൾച്ചർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ തന്നെയാണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻസിൽ പി സി മഹലനോബിസ് അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്, പി സി മഹലനോബിസ്. പ്ലാനിങ് കമ്മീഷനൊക്കെ ഓർത്ത്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ കമ്മീഷൻ ശില്പി അല്ലേ? പി സി മഹലനോബിസ്. നെക്സ്റ്റ് വൺ, ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആൻസർ 109. ഓപ്ഷൻ എ ആണ്, 109. 109 ആണ് ധനബില്ല്. 109 ആണ് ധനബില്ല്. ധനബില്ല് അല്ലേ? ധനബില്ല് 109. 109 ആണ് ധനബില്ല്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. മായം ചേർക്കലും തൊഴിലുമാണ് കൺകറന്റ് ലിസ്റ്റിൽ വരിക. മായം ചേർക്കലും തൊഴിലുമാണ് ഏത് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. മായം ചേർക്കലും തൊഴിലുമാണ് കൺകറന്റ് ലിസ്റ്റിൽ വരിക. മായം ചേർക്കൽ, തൊഴിൽ, കൺകറന്റ് ലിസ്റ്റ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്തൊക്കെയാണ്? സംവരണ മണ്ഡലം നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. ഇതിൽ ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ് പറഞ്ഞേക്കുന്നത്, 2 മാത്രം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. 49 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച് നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനമാണ് നടന്നത്. 49 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. നോക്കാം. നെക്സ്റ്റ് വൺ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പി കെ തുങ്കൻ കമ്മിറ്റി. പി കെ തുങ്കൻ കമ്മിറ്റിയാണ് 1989 ആണ് പി കെ തുങ്കൻ കമ്മിറ്റി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കുക. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കുന്നതാണ് തുങ്കൻ കമ്മിറ്റി 1989 ശുപാർശ ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങൾ, തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം 3ഉം. അതായത് 3 ഹെബിയസ് കോർപ്പസ്, കോ വാറന്റോ, സർഷ്യൂട്ടറിയും എന്താണ്? ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ് അല്ലേ? ഹെബിയസ് കോർപ്പസ്, കോ വാറന്റോ, സർഷ്യൂട്ടറി 3 എന്താണ്? ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശതത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. അതായത് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നതാണ്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും അതുപോലെ പരിസ്ഥിതി സംരക്ഷണവും നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അന്തർദേശീയ സമാധാനം, പരിസ്ഥിതി സംരക്ഷണം. ഇവിടെ വരുന്നതാണ് നിർദ്ദേശ തത്വങ്ങളിൽ വരുന്നതാണ്. അടുത്തത്, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി അല്ലേ? കോമണായി ചോദിക്കുന്ന കാര്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 44 അല്ലേ? 44 സ്വത്തവകാശം. 44 സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങൾ മാറ്റിവെച്ചത്. നെക്സ്റ്റ്, ഇന്ത്യൻ പാർലമെൻറ്റിലെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചതെന്നാണ്. ആൻസർ
ഓപ്ഷൻ എ ആണ് 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ഓഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 ഓഗസ്റ്റ് 5. നെക്സ്റ്റ് വൺ, കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം എന്ന് പറയുമ്പോൾ അല്ലേ 12 വരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും 13, 13 കാണുക അല്ലേ. 14ാം പഞ്ചവത്സര പദ്ധതിക്കാലം എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 22-27 കാലഘട്ടം. 22 ഇപ്പോഴത്തെ കാലഘട്ടം അല്ലേ. 22-27 കാലഘട്ടം. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. കുടുംബശ്രീ എന്താണ്? സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ല. ബാക്കി ഇത് 3 അല്ലേ നമുക്ക് നോക്കാം. താലോലം അല്ലേ, പാരട്രീസും താഴെയുള്ളതും, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം, ഇത് 3 എന്താണ്? സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. അല്ലാത്തത് കുടുംബശ്രീയാണ് വരുന്നത് അല്ലേ. ഓക്കെ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദനം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സാമ്പത്തിക കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. 243 ഒന്നും 243 വൈ ഒന്നല്ല ഐ ആണല്ലേ. 243 ഐയും 243 വൈയുമാണ് കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ. 243 ഐയും അതുപോലെ 43 വൈയുമാണ് അല്ലേ കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ. 243 അല്ലേ ഐ ആൻഡ് വൈ. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ 243. നെക്സ്റ്റ് വൺ, 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്കൊരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായിരുന്ന വർധനവ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലി ഉണ്ടായിരുന്ന വർധനവ് എത്രയായിരുന്നു എന്ന്. ആൻസർ ഓപ്ഷൻ എ ആണ്. 22 രൂപ വർദ്ധിച്ചു. നെക്സ്റ്റ് വൺ, പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയെ പൊരുത്തപ്പെടുന്നവ. ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പൊരുത്തപ്പെടുന്നവ. പട്ടിക 1, പട്ടിക 2 എന്നിവയെ പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 4, 5, 1, 3. 4, 5, 1, 3. 4, 5, 1, 3. ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴ്ത്തിരിക്കുന്ന കൂടുതൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലേ. പട്ടിക 1ഉം പട്ടിക 2ഉം കൂടി ഇതുള്ളത് നോക്കിയാൽ മതിയാവും. ഓപ്ഷൻ എ നോക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ, അടുത്തുള്ള ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് എം വാക്സിൻ, R21 മാട്രിക്സ് എം വാക്സിൻ, R21 ബാർ മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? R21 മാട്രിക്സ് എം, R21 ബാർ മാട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മലേറിയ. ഓപ്ഷൻ ഡി ആണ് മലേറിയാണ് കേട്ടോ. R21 ബാർ മാട്രിക്സ് എം വാക്സിൻ മലേറിയ. R21 മാട്രിക്സ് എം വാക്സിൻ മലേറിയ. താഴ്ത്തിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദവും കാരണവും. അവകാശവാദം എന്താണെന്ന് നോക്കാം. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം എന്താണ്? ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അവകാശവാദം പറയുന്നുണ്ട്, ശരിയായ കാരണം പറയുന്നുണ്ട് ഇവിടെ. ഇനി ആൻസർ വരുന്നത് എന്താണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി, വാദം ശരിയാണ്, കാരണം തെറ്റാണ്. നോക്കാം. വാദം ശരിയാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. പറയുന്നത് ശരിയാണ്. നിലയ്ക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം. ഹൃദയസ്തംഭനം മീൻസ് അവിടെ ഹൃദയം പിന്നീട് ഇടിക്കണില്ല അല്ലേ.
കാരണം എന്ന് പറയുമ്പോൾ ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. രണ്ടും ഒന്നല്ലേ? ഹൃദയസ്തംഭനം, പിന്നെ ഹൃദയം പ്രവർത്തിക്കുന്നേ ഇല്ലല്ലോ. കാരണം തെറ്റാണ്. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ബെറിബറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ, ബെറിബറി എന്ന് കേൾക്കുമ്പോൾ അറിയാം അല്ലേ, ബി എന്ന് ഓർത്താൽ മതി. B2 വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള ആഹാര വൈകല്യം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. പിന്നീട് ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 4, 5. 2, 4, 5 ആണ് ശരിയായത്. ഏതൊക്കെയാണ് 2, 4, 5? ബെറിബറിയെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെയാണ്? 2, 4, 5. 2, 4, 5. ഓക്കെ. തൈമിൻ്റെ അഭാവമുള്ള രോഗമാണ്. പിന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്ന കണ്ടുവരുന്നു അല്ലേ, പോളിഷ്ഡ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതാണ് ബെറിബറി എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് വൺ, 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, UAE. ഓപ്ഷൻ സി, UAE. എവിടെയാണ്? UAEയിലാണ് 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടക്കുന്നില്ലേ. COP28 എവിടെ വെച്ചാണ്? UAE. COP28 UAE. കാലാവസ്ഥ അല്ലേ, കാലാവസ്ഥ. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 UAE വെച്ചാണ് 2023 നടന്നത്. COP28 UAE. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ലിംഫോസൈറ്റ്. T ലിംഫോസൈറ്റ് പ്രധാന പങ്കാർക്കാണ്? വേർതിരിക്കലിൽ പ്രധാന പങ്കാർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തൈമസ് ഗ്രന്ഥി. T ലിംഫോസൈറ്റ്, തൈമസ്. T ലിംഫോസൈറ്റ്, തൈമസ് അല്ലേ. അങ്ങനെ T ലിംഫോസൈറ്റ് വേർതിരിക്കൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്? തൈമസ് ഗ്രന്ഥി. അവിടെ തൈമസ് ഗ്ലാൻഡ് ഒരു പ്രായപൂർത്തിയാകുമ്പോൾ ഇത് കാണാറില്ല അല്ലേ, അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. T ലിംഫോസൈറ്റ്, തൈമസ് ഗ്രന്ഥി. നെക്സ്റ്റ്, ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, -40°C. -40°C സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും. ഇതൊരു UPSC ക്വസ്റ്റ്യൻ ചോദിച്ചാണ് പണ്ട്. നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. പഠിച്ചല്ലോ. നെക്സ്റ്റ്, ഒരു വൈദ്യുതകാന്തി തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഒരു വൈദ്യുതകാന്തി തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആവൃത്തിക്ക് മാറ്റമില്ല. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവൃത്തിക്ക് മാറ്റമില്ല. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ആൻസർ ഓപ്ഷൻ ഡി, എയും സിയും അല്ലേ, ഇങ്ങനെയല്ലേ? എയും സിയുമാണ്. ഓക്കെ, ഓക്സിജൻ തന്നെ എന്തൊക്കെയോ അല്ലേ, എയും സിയും, ഓക്സിജനും സൾഫറും. അക്വാറീജിയ എന്തിൻ്റെ മിശ്രിതമാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ്. HCl ആൻഡ് HNO3 ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും അല്ലേ. HCl ആൻഡ് HNO3 അക്വാ റീജിയ. HCl ആൻഡ് HNO3 അക്വാ റീജിയ. HCl ആൻഡ് HNO3 ആണ് അക്വാ റീജിയ. നെക്സ്റ്റ് വൺ, വാഷിംഗ് സോഡയുടെ രാസസൂത്രം എന്നാണ്. വാഷിംഗ് സോഡ ആൻസർ അതാണ് ഓപ്ഷൻ ബി അല്ലേ. Na2CO3 10H2O. Na2CO3 10H2O ആണ് എന്ത് വാഷിംഗ് സോഡ 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ അലൂമിനിയം. വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്താണ്? ആൻസർ അലൂമിനിയം. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ. നെക്സ്റ്റ് വൺ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വാങ്കരി മാതേ. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് നോവലിൻ്റെ രചയിതാവ്? ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. A.J. ക്രോണിൻ. സിറ്റാഡൽ. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി എവിടെ കാണുന്ന നാടോടി കലയാണ്? ഏത് ജില്ലയാണ് അലാമിക്കളി എന്ന് പറയുന്ന കളിയുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാസർഗോഡാണ് അലാമിക്കളി. നെക്സ്റ്റ്, സൂക്ഷിച്ചു നോക്കൂ, കവിതയിൽ എന്തുണ്ട് ഭൂമിയിൽ അല്ലേ? കവിതയല്ലാത്തത് എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത സൃഷ്ടിച്ച മഹാകവി ആരാണ്? സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാത്തത് എന്തുണ്ട് ഈ ഭൂമിയിൽ? ആരാണത് പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വള്ളത്തോൾ നാരായണ മേനോൻ. നെക്സ്റ്റ് വൺ, 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ എബ്രഹാം വർഗീസ് ആണ് ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത്. അടുത്തത്, 0.01 എത്ര ശതമാനമാണ്? 0.001. ആൻസർ ഓപ്ഷൻ ബി ആണ് 10. നെക്സ്റ്റ് വൺ, 52 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 53 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, 156:182 182:342 എത്രയാണ് വരുന്നത്? ആൻസർ 306. നെക്സ്റ്റ് വൺ, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് VCDAKCU ആണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പറയുന്നത്. നെക്സ്റ്റ് ആൻസർ 57 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം പ്രൊഫഷണൽ 2 പറഞ്ഞ ഉത്തരം. നെക്സ്റ്റ്, 40 സെൻറ്റിമീറ്റർ നീളമുള്ള വശമുള്ള ഒരു സമചതുരാകൃതിയിൽ ലോഹത്തോടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചെറിയ സമചതുര തകിടുകൾ ഉണ്ട്. എത്ര എണ്ണം ഉണ്ടാക്കാം എന്നുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 25. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 110. 60 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പടിഞ്ഞാറോട്ട്. കണക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗാണ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഷാൽ വി. ലെറ്റസ് വന്നുകൊണ്ടാണ് ഷാൽ വി എന്നുള്ളത് വന്നേക്കുന്നത്. നെക്സ്റ്റ്, ഐ വെൻ ടു ഡാഷ് നാഷണൽ പാർക്ക് എസ്റ്റർഡേ. ആൻസർ ഓപ്ഷൻ സി ആണ് ദ അല്ലേ. ഐ വെൻ ടു ദ നാഷണൽ പാർക്ക് എസ്റ്റർഡേ. ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ്.
സിദ്ധാർത്ഥ് ഈസ് എ സ്ട്രെയിറ്റ് ആരോ അണ്ടർലൈൻ ചെയ്യില്ല, അതിൻ്റെ ഇഡിയം വേണം ചേർക്കാൻ. സ്ട്രെയിറ്റ് ആരോയ്ക്ക് പകരം ആൻസർ ഇതാ വന്നേക്കുന്നത് ഓപ്ഷൻ എ ആണ്. ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണ് എന്ത്? സ്ട്രെയിറ്റ് ആരോ. സ്ട്രെയിറ്റ് ആരോയ്ക്ക് എന്താണ് കൊടുത്തേക്കുന്നത്? ഇഡിയം കൊടുത്തത് ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ അല്ലേ, ഇതാണ് സ്ട്രെയിറ്റ് ആരോ. ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് ക്ലോസ് ഉണ്ട് അല്ലേ, ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ് എന്താണ് വരിക? ഇഫ് യു വർക്ക് ഹാർഡ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഓക്കെ, നെക്സ്റ്റ് ഫോക്സ് പാസ് മീൻസ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻ എംബറാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ആൻ എംബറാസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ ആണ് ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. യു മസ്റ്റ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ചിലതൊക്കെ കാണാതെ പഠിച്ച് ചിലത് കിട്ടും, ഇതെല്ലാം കിട്ടില്ല. യു മസ്റ്റ് ഒബേ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നെക്സ്റ്റ്, നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസൻറ്റ്. നെയ്തർ നോറിൻ്റെ പ്രയോഗമാണ്. നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസൻറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈസ് അല്ലേ, ഇത് വന്നു കഴിയുമ്പോൾ സിംഗിളറാണ് വരിക. നെയ്തർ റാം നോർ റാം ഈസ് പ്രസൻറ്റ്. നെക്സ്റ്റ്, രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ. ചേഞ്ച് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. അതിനെ എന്താക്കണം എന്നാണ്? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യണം. ഏത് ഈ സ്റ്റേറ്റ്മെൻറ്റ്? രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ. അതിനെ എന്താക്കി മാറ്റണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏതാണ് വരിക? രാഹുൽ സെഡ് ദാറ്റ് ഹി ലീവ്ഡ് ഇൻ ചെന്നൈ. രാഹുൽ സെഡ് ദാറ്റ് ഹി അല്ലേ, രാഹുലിന് പകരം ഹി ലീവ്ഡ് ഇൻ ചെന്നൈ എന്നായി. വേറൊരാൾ പറയുന്ന പോലെ ആക്കി. രാഹുൽ പറഞ്ഞു അവൻ ലീവ് ചെയ്യുന്നത് ചെന്നൈ ആണെന്ന്. ഹി ലീവ്ഡ് ഇൻ ചെന്നൈ. സിനോണിം ഫോർ ദി വേർഡ് പ്രീപോസ്റ്ററീസ് അല്ലേ, സിനോണിം ഉണ്ടാക്കാൻ ഫോർ ദി വേർഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്. കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അട്ടർലി അബ്യൂസ്ഡ്. കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്. കോൺട്രറി ടു റീസൺ, കോമൺ സെൻസ്, പിന്നെന്താണ്? അട്ടർലി അബ്സ്യൂർഡ്. സിനോണിം ഫോർ വേർഡ് ഏതാണ്? പ്രീപോസ്റ്റീരിയസിൻ്റെ സിനോണിം കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, അട്ടർലി അബ്സ്യൂർഡ്. ഏതുപോലെ അല്ലേ, അതാണ് പ്രീപോസ്റ്റീരിയസിൻ്റെ സിനോണിം. സെയിം വേർഡ് അല്ലേ, പ്രീപോസ്റ്റീരിയസിൻ്റെ സെയിം വേർഡ് എന്താണ് വന്നത്? കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസ്, പ്രീപോസ്റ്റീരിയസ്. നെക്സ്റ്റ് വൺ, കൂലം. ശരിയായ അർത്ഥം ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. വശം, തീരം. കുലം, വംശം, കൂലം, തീരം. ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മരുമകൻ. ജാമാതാവ്, മരുമകൻ. ശരിയായ വാക്യം ഇവയിൽ ഏതാണ്? അത് 4 വായിച്ചു നോക്കുക. ശരിയായ വാക്യം ഇതിലേതാണ്? വാക്യങ്ങൾ: ഞാൻ എത്ര താമസിച്ചു കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. ഞാൻ എത്ര താമസിച്ച് കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും. ശരിയായിരിക്കും. ഏതായിരിക്കും? ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ. NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം. NOCക്ക് പകരമായി ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നിരാക്ഷേപപത്രം. നോ ഒബ്ജക്ഷൻ, ഒരാക്ഷേപവുമില്ല. നിരാക്ഷേപപത്രം, നോ ഒബ്ജക്ഷൻ, ഒരാക്ഷേപവുമില്ല. നിരാക്ഷേപപത്രം. അലംഭാവം എന്ന പദത്തിന് അർത്ഥം? അലംഭാവം. ആൻസർ ഓപ്ഷൻ എ ആണ്. മതി എന്നുള്ള ഭാവം. അലംഭാവം, മതി അല്ലേ, അലംഭാവം, മതി എന്നുള്ള ഭാവം.
ആർദ്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ആർദ്രത്തിൻ്റെ അർത്ഥം എന്താണ്? നനവുള്ള. ആർദ്രം, നനവുള്ള. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിണ്ണാർ. കൃഷികളെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആർഷ. കൃഷികളെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ആർഷ. കൃഷികളെ സംബന്ധിച്ചതിൻ്റെ ഒറ്റപ്പദം ആർഷ. സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ്? സർക്കുലറിന് പകരം ഉപയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പരിപത്രം. സർക്കുലർ, പരിപത്രം. പകരം പദം ഏതാണ്? പരിപത്രം. വൃദ്ധി എന്നതിൻ്റെ പര്യായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ഷയം. വൃദ്ധി എന്നതിൻ്റെ ഒരേപോലെ മീനിങ് ഏതാണ്? ക്ഷയം. വൃദ്ധി, ക്ഷയിച്ചു, ക്ഷയം. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. 89 സെൻട്രൽ ജയിൽ അല്ലേ? കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, തവനൂർ. സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1962. കേരള സംസ്ഥാനത്ത് ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരം. ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം. സംസ്ഥാനത്ത് എവിടെയാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ് വൺ, കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, PA2 DGP ആണ്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനായി പരമാവധി സമയം. ആൻസർ ഓപ്ഷൻ സി, 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിവരം പരസ്യപ്പെടുത്തേണ്ടെന്നുള്ള കോടതി വിധിയുള്ളവ. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏതൊക്കെയാണ്? വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി ഉത്തരവുള്ളത് ഏതൊക്കെയാണോ അവരെല്ലാം. നെക്സ്റ്റ് വൺ, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വൈസ് പ്രസിഡന്റ്. എന്നുള്ളത് പറയാം, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ വരാത്തത് ആരാണ്? അല്ലേ? ബാക്കി ഇവർ 3 പേരും ഉണ്ടെന്ന്. അപ്പോൾ അതിനർത്ഥം പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയും ലോക്സഭ പ്രതിപക്ഷ നേതാവും ഒക്കെ എന്താണ്, ഇവരെ തിരഞ്ഞെടുക്കുന്നതിലുണ്ട്. ഇദ്ദേഹം മാത്രം വൈസ് പ്രസിഡൻ്റാണ് ഇല്ലാത്തത്. ഓക്കെ. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 93 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വകുപ്പ് 2(1)C.
വകുപ്പ് 2 1C. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ആൻസർ പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിനാണ് സമർപ്പിക്കുക. നെക്സ്റ്റ് വൺ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? ഔദ്യോഗിക രേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്രയാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. 3 വർഷ കാലയളവ്. ഇവിടെയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. നെക്സ്റ്റ്, മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? അല്ലേ? ആൻസർ ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി 1 വില്യം വോണ്ട് അല്ലേ? ഇതൊന്ന് സൈക്കോളജി ക്വസ്റ്റ്യൻ ആണോ എന്ന് ആലോചിക്കുന്നില്ലേ? ശരി, ഇത് പോലീസിൻ്റെ ആണല്ലോ, WPയുടെ ആണല്ലോ, അപ്പോൾ പിന്നെ സൈക്കോളജിയും ആവാം. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? വില്യം വോണ്ട്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏതാണ്? അന്തർമുഖമായ ലക്ഷണം ഏതാണ്? മാനസിക സമ്മർദ്ദം ഉള്ളവർക്കുള്ള അന്തർമുഖമായ ലക്ഷണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 2. ഓപ്ഷൻ ഡി 2. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവർ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം ഏതാണ്? ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം ഏതാണ്? ഉത്കണ്ഠ. ആൻസർ ഓപ്ഷൻ എ ആണ്, 4. വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻസിൽ വരുന്നത് ആൻസർ 3 ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് വരിക. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ 3-4 ക്വസ്റ്റ്യൻ വന്നേക്കുന്നതെല്ലാം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. UP സ്കൂളിലും LP UPക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പോലെ അല്ലേ? ഹൊവാർഡ് ഗാർഡനർ ആണ് ബഹുമുഖ സിദ്ധാന്തം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ഏതാണ്? ഹൊവാർഡ് ഗാർഡനർ. ഓക്കെ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്താണ്? ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്താണ്? മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 3-ാമത്തതാണ് ഓപ്ഷൻ ഡി. ആത്മസാക്ഷാത്കാര ആവശ്യമാണ് ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്നു വരുന്നത് അല്ലേ? ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർത്തി വരുന്ന എന്താണ്? ആത്മസാക്ഷാത്കാര ആവശ്യം. അപ്പോൾ ഈ 4-5 ക്വസ്റ്റ്യൻസ് വരുന്നത് സൈക്കോളജി പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ UPക്ക് നോക്കാം, വളരെയധികം ഈ ക്വസ്റ്റ്യൻ പ്രയോജനം ചെയ്യും. ഈ മോഡലായിരിക്കും ഒരു പക്ഷേ നമുക്കും ചോദിക്കും, UP സ്കൂളിനൊക്കെ ചോദിക്കാം, LP UP ചോദിക്കാം, LDCക്കും ഏകദേശം അല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.